ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് അക്കു. സോ നമ്മളിന്ന് ചുട്ടെടുത്ത അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാഴയില വേണം. വാഴേൻ്റെ ഇല പറിക്കാനായിട്ട് അമ്മ നമ്മുടെ പറമ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ കുറച്ച് വാഴയൊക്കെ ഉണ്ട്. മഴയത്ത് അങ്ങനെ പോയി, എന്നാലും കുറച്ച് വാഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് വാഴയില പറിക്കാം. ആറ്റത്ത് നിൽക്കുന്ന വാഴയിൽ നിന്ന് പറിക്കാനായിട്ട് അമ്മ പോകുന്നത്. ഇങ്ങനെ വാഴേൻ്റെ ഇല, നല്ലൊരു വാഴേൻ്റെ ഇല നമുക്കിങ്ങനെ നന്നായിട്ട് പറിച്ചെടുക്കാനായിട്ട് അറിയാം. വാഴേൻ്റെ ഇല ഇപ്പോൾ എനിക്കറിയില്ല അങ്ങനെ പറിച്ചെടുക്കാനായിട്ട്. അമ്മ നല്ല അടിപൊളിയായിട്ട് അത് പറിച്ചെടുക്കും. കണ്ടില്ലേ? അങ്ങനെ കുറച്ച് വാഴേൻ്റെ ഇല അങ്ങനെ പറിച്ചെടുക്കാം. നമ്മളുടെ ഇത് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വാഴേൻ്റെ ഇലയിൽ മേലെ വെച്ചിട്ടാണ് അട ഉണ്ടാക്കണം. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി അത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാഴേൻ്റെ ഇലയിൽ ഈ ഉണ്ടകളെ പരത്താനായിട്ട് പോവുകയാണ്, ഗോതമ്പ് ഉണ്ടകളെ. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് കൈയൊന്ന് നനച്ചിട്ട് അങ്ങനെ പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടാനും. കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു സ്വാദും രസമായിട്ടുണ്ടാവുക. ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കുമ്പോഴാകും. അങ്ങനെ അത് നൈസായിട്ട് ഞാനങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. അത് പരത്തി ഇങ്ങനെ എല്ലാ ഉണ്ടകളും അങ്ങനെ പരത്തി എടുക്കണേ. ഇങ്ങനെ പരത്തി എടുത്ത ഈ ഗോതമ്പിൻ്റെ ആ മാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉണ്ടല്ലേ ഇങ്ങനെ ഇരിക്കും. ലാസ്റ്റ് പരത്തി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, അതിൽ കുറച്ച് പഞ്ചസാര ഇടാം, കുറച്ച് ജീരകം, ചെറിയ ജീരകം കൂടി ഇട്ടെടുക്കുക. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അത് നന്നായിട്ട് കുഴച്ച് തിരുമ്മി എടുത്ത് വെക്കുക. തേങ്ങേൻ്റെയും ആ പഞ്ചസാരേൻ്റെ മധുരവും ഈ ജീരകത്തിൻ്റെ ടേസ്റ്റും ഒക്കെ വരുമ്പോഴേക്കും നല്ല രസമുണ്ടാവും, നല്ല ടേസ്റ്റായിരിക്കും. എനിക്കിഷ്ടമാണ്. അങ്ങനെ നമ്മളതൊക്കെ ചിരകി അങ്ങനെ എടുത്തിട്ടുണ്ട്. ചിരകിയെല്ലാം അങ്ങനെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഈ തിരുമ്മി എടുത്തിട്ടുള്ള ഇത് നമ്മൾ എല്ലാത്തിലോട്ടും നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഒരു കോക്കനട്ടിൻ്റെ അതിട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് ഇടുക, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഇലേനെ ഒന്ന് മടക്കി വെക്കുക. കണ്ടില്ല? എല്ലാ ഭാഗത്തോട്ടും കുറേശ്ശെ സ്പ്രെഡാവണം. കുറേയൊന്നും വേണമെന്നില്ല, കുറച്ചൊക്കെ മതി. കാരണം നമ്മൾ വളരെ തിന്നായിട്ടല്ലേ ഇത് പരത്തിയെടുത്തേക്കുന്നത്. എന്നിട്ട് അതിന് ഇലേനെ ഒന്ന് മടക്കി ഒന്ന് കൈവശം അങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ അനങ്ങാതിരുന്നോളും, അടേൻ്റെ പരുവത്തിരുന്നോളും. കണ്ടില്ലേ? അതേപോലെ അത് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാത്തിലും ഈ പരത്തി വെച്ചിരിക്കുന്ന എല്ലാത്തിലും തേങ്ങ ഇട്ട് കൊടുക്കുക. അതെന്നിട്ട് മടക്കുക. അപ്പം അമ്മ വന്നിട്ട് എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. അതല്ലേ, ഇടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം അങ്ങനെ മടക്കുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും അങ്ങനെ. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് ചുട്ടെടുക്കുന്നത്, വിറകടുപ്പാണ്. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൺപാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മുടെ അട വെച്ച് കൊടുത്തിട്ടുണ്ട് ചുടാൻ വേണ്ടിയിട്ട്. ചുട്ട് വരുമ്പോഴേക്കും ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്കും അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. വേണ്ടില്ല, വൺ സൈഡ് റെഡി ആകുമ്പോഴേക്കും ആ ഇലയൊക്കെ വാടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? എന്നിട്ട് അട റെഡി ആയി കഴിയുമ്പോൾ ആ വാഴേൻ്റെ ഇലയിൽ നിന്ന് അത് മാറ്റി വെക്കുക. അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അടുത്ത സെക്ഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അട റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും കണ്ടില്ലേ, നമ്മുടെ തേങ്ങയും പഞ്ചസാരയും ജീരകമൊക്കെ ഉള്ളത്. അപ്പോൾ ഒന്ന് പഞ്ചസാരയൊക്കെ കുറച്ചൊന്ന് ഇതായിട്ടുണ്ടാവും, മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഹെൽത്തിയും കൂടിയിട്ടാണ്.